വിശ്വസ്തമായിട്ടുള്ള ബ്രീഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ്, വാട്ടർ ക്വാളിറ്റി, ഫീഡ്, ഒരുപാട് ടൈപ്പ് ഫീഡുകളുണ്ട്. ആ കളറൊക്കെ കൂടാൻ കണക്കിനുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് നിലനിൽക്കത്തക്ക രീതിയിലോ ലൈഫ് ഫീഡോ അങ്ങനത്തെ ഫീഡുകളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പലരും എന്ത് ചെയ്യുക, ഒരു ടൈപ്പ് ഫീഡ് മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് അവരുടെ ഹെൽത്തിനെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അവർക്ക് ലൈഫ് ഫീഡ് കൊടുക്കാം, അല്ലെങ്കിൽ പെലറ്റ് ഫീഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡുകൾ കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് ഫീഡുകൾ മാറി തിരിഞ്ഞ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, വളരെയധികം ഹാപ്പി ആയിരിക്കും. ഫീഡ് കൊടുക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ഒരുപാട് ടൈം, അതായത് ഒരുപാട് ഫീഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ഫീഡ് കൊടുത്ത് പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ പലർക്കുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ഡൈജഷൻ ഇഷ്യൂസ് വരും. ഈ നേരത്തെ പറഞ്ഞ പോലെ അവർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫീഡ് എടുക്കാൻ വേണ്ടി അവർ വരും. ഇവർക്ക് അസുഖങ്ങളുണ്ട് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? നേരത്തെ മുൻകരുതൽ നല്ല രീതിയിൽ മരുന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അസുഖങ്ങളുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വളരെ ആക്റ്റീവായിട്ട് മീൻ ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഇഷ്യൂസ്, വേറെ കാര്യങ്ങളോ ഇല്ല. മീനിന് ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഫുഡ് ഇനി വേണ്ട എന്നൊരു ചിന്താഗതിയില്ല. നമ്മൾ നേരത്തെ വീടുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ കിട്ടുന്ന ടൈമിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഫീഡ് ഒരു കൺട്രോൾ എന്നുള്ള രീതിയിൽ കൊടുക്കുക എന്ന് പറയുന്നത്, അത് ഒരു നമുക്ക് തന്നെ എത്ര ക്വാണ്ടിറ്റി മീൻ നമ്മുടെ ടാങ്കിൽ ഉണ്ട് എന്നുള്ളതനുസരിച്ച് വളരെ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി വീതം എന്ത് ചെയ്യുക, ഇപ്പൊ 2 നേരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ നമ്മൾ ഈ ലോഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ബ്രീഡിങ്ങിനൊക്കെ ശ്രദ്ധിക്കുന്നവർ അങ്ങനത്തെ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ ലൈഫ് ഫീഡ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാം, കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഫീഡ് നമുക്ക് കൊടുക്കാം എന്നുള്ളത്